ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് കേരള PSCയുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ HS UP എന്നീ തസ്തികയിലെ ഒരു സിലബസിലെ ഒരു ടോപ്പിക്കായ പോസ്റ്റൽ ഡീഫോർമിറ്റീസ് ഇതിനെക്കുറിച്ചാണ്. ഫോർമിറ്റീസ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു ബോഡി ശ്രദ്ധിക്കുകയാണെങ്കിൽ ബോഡിയിലെ സ്പൈനിൽ, ലെഗ്, ഫുട്ട് ഈ 3 ഏരിയയിലാണ് സാധാരണ ഈ പോസ്റ്റൽ ഡീഫോർമിറ്റീസ് കണ്ടുവരാറുള്ളത്. അത് നമുക്ക് സ്പൈനിൻ്റെ കാര്യങ്ങൾ ആദ്യം നോക്കുകയാണെങ്കിൽ സ്പൈനിൽ നമ്മുടെ സെർവിക്കൽ വെർട്ടിബ്രയിലെ തൊറാസിക് റീജിയനിലും ലംബാർ റീജിയനിലും അഫക്റ്റ് ചെയ്യുന്ന കുറേ ഡീഫോർമിറ്റീസ് ആണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലെ ഒന്നാമത്തേന്ന് പറയുന്നത് കൈഫോസിസ്. കൈഫോസിസ് എന്ന് പറയുന്നത് നമ്മുടെ സെർവിക്കൽ വെർട്ടിബ്രയിലെ അപ്പർ റീജിയനിലെ ഒരു ഡീഫോർമിറ്റിയാണ്. ഇതെന്ന് പറയുന്നത് നട്ടലിൻ്റെ അപ്പർ റീജിയനിലുള്ള തൊറാസിക് റീജിയനിലുള്ള ബോൺസ് പുറകിലോട്ട് വളഞ്ഞിരിക്കുന്ന ഡീഫോർമിറ്റിയാണ് നമ്മൾ കൈഫോസിസ് എന്ന് പറയുന്നത്. ദെൻ ലോഡോസിസ്. ലോഡോസിസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സെർവിക്കൽ വെർട്ടിബ്രയിലെ ലംബാർ റീജിയനിലെ ഒരു ഡീഫോർമിറ്റിയാണ്. സാധാരണ ഇത് പ്രഗ്നൻറ്റ് വുമണിലാണ് നമ്മൾ കാണപ്പെടുന്നത്. നമ്മളിപ്പോൾ അധികമായി ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് വലുതായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലരിൽ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മുടെ ലംബാർ റീജിയനിൽ ചെറിയൊരു കർവായിട്ട് കാണപ്പെടുന്നത്. നമ്മുടെ വയറ്, അതായത് സെർവിക്കൽ വെർട്ടിബ്രയ്ക്ക് താങ്ങാൻ പറ്റുന്നതിൽ അധികം നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണ് സാധാരണ ഇങ്ങനെ ഒരു ചെറിയ വളവ് വരുന്നത്. ഇത് ചെറിയൊരു ഉദാഹരണമാണ്. ദെൻ സ്കോളിയോസിസ്. സ്കോളിയോസിസ് എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു C ഷേപ്പ് അല്ലെങ്കിൽ S ഷേപ്പിൽ ഒരു കർവ് കാണാം. ഇതാണ് സ്കോളിയോസിസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ 3 കൈഫോസിസ്, ലോഡോസിസ്, സ്കോളിയോസിസ് ഇത് 3 എന്ന് പറയുന്നത് നമ്മുടെ സെർവിക്കൽ വെർട്ടിബ്രയിൽ കാണപ്പെടുന്ന ഒരു പോസ്റ്റൽ ഡീഫോർമിറ്റിയാണ്. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ലെഗ്, ഫുട്ട് ഈ ഏരിയയിൽ കാണപ്പെടുന്ന ഒരു പോസ്റ്റൽ ഡീഫോർമിറ്റിയാണ്. ഇതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം, നോക്ക് നീ. നോക്ക് നീ എന്ന് പറയുന്നത് ചില കുട്ടികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികൾ നടക്കുന്ന സമയത്ത് അവരുടെ നീസ് ഒരുമിച്ച് വരികയും ഫുട്ട് വൈഡായിട്ട് സ്റ്റെപ്പ് വയ്ക്കുന്നതും കാണാം. എന്ന് പറഞ്ഞാൽ നോക്ക് നീ ഉള്ള ആളുകളിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നീസ് അടുത്തിരിക്കും, എന്നാൽ ഫുട്ട് എന്ന് പറയുന്നത് വൈഡായിരിക്കും. ഇപ്പോൾ ഒരു ബോൺ ഈ ഷേപ്പിൽ, നീസ് ഈ ഏരിയയിൽ അടുത്തിരിക്കും, ഫുട്ട് വൈഡായിട്ടിരിക്കും. അവർ നടക്കുന്ന സമയത്ത് ഈ ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ബോലെഗ്. നോക്ക് നീ എന്ന് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ ബോലെഗ് എന്ന് പറയുന്ന പോസ്റ്റൽ ഡീഫോർമിറ്റി ഉള്ളവരുടെ ലെഗുകൾ. എന്ന് പറഞ്ഞാൽ ഈ നോക്ക് നീ ഉള്ളവരുടെ ആണെങ്കിൽ മുട്ടുകൾ ഈ പറയുന്ന പോലെ ടുഗദർ, ദെൻ ലെഗ്സ് വൈഡ്. ബട്ട് ഇവിടെ ബോൾ ലെഗിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നീസ് വൈഡായിട്ട് വരും, ഫീറ്റ് ടുഗദർ. ഇവിടെ ആയിരിക്കും നീയുടെ പൊസിഷൻ. ഈ രീതിയിൽ ഒരു ബോ ഷേപ്പ് ആയിരിക്കും 2 സൈഡിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് അയാൾക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്, ഫുട്ട് ഫ്ലാറ്റാണ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ കാല് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഫുട്ട് തറയിൽ വയ്ക്കുന്ന സമയത്ത് ഒരു കർവ് കാണപ്പെടുന്നു. ഈ ലാക്ക് ഓഫ് കർവാണ് അവിടുത്തെ
പ്രോബ്ലം എന്ന് പറയുന്നത് ഫ്ലാറ്റ് എന്ന് എടുത്തു പറയാൻ കാര്യം. ഫ്ലാറ്റ് ഫുട്ടുള്ള വ്യക്തികളിൽ കർവ് ഇല്ലായിരിക്കും. അതാണ് ഫ്ലാറ്റ് ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ കപ്പ് ഫുഡ് ആണെന്ന് എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു കുട്ടി നടന്നു പോകുന്ന സമയത്തെ നമുക്കത് പറയാൻ പറ്റൂ. ആ കുട്ടിയുടെ വാക്കിംഗ് എന്ന് പറയുന്നത് ഫൂട്ടുകൾ അകത്തേക്കും താഴോട്ടും തിരിയുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കപ്പ് ഫൂട്ടിൽ കാണപ്പെടുന്നത്. ഇതൊരു ജന്മവൈകല്യമാണ്. ഇൻ ടോയിങ് ആൻഡ് ഔട്ട് ടോയിങ്, ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി നടക്കുന്ന സമയത്ത് ഇൻ ടോയിങ് ആയിട്ടുള്ള ഒരു കുട്ടി നടക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ലെഗ്സ് മുന്നോട്ട് അഭിമുഖീകരിക്കുന്നതിന് പകരം അകത്തേക്ക് തിരിയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഔട്ട് ടോയിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഫൂട്ടാണെങ്കിൽ മുന്നോട്ട് അഭിമുഖീകരിക്കുന്നതിന് പകരം ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും അത് തിരിയുന്നത്. ഈ എല്ലാ ഡീഫോർമിറ്റീസും നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെയോ അല്ലെങ്കിൽ ചെറിയ ട്രീറ്റ്മെൻറ്റിലൂടെയോ ഒക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ദെൻ ഇനി ഈ ടോപ്പിക് ബേസ് ചെയ്ത് നമ്മുടെ കേരള PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? 2017 കേരള PSCയുടെ ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് നെയിം ഗിവൺ ഫോർ എക്സാജറേറ്റഡ് കോൺവെക്സിറ്റി ഓഫ് തൊറാസിക് റീജിയൻ? ഞാനിവിടെ പറഞ്ഞു, നമ്മുടെ സെർവിക്കൽ വെർട്ടിബ്രയിലെ 2 പാർട്ടായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തൊറാസിക് റീജിയനും ലംബാർ റീജിയനിലും ഉള്ള ഡീഫോർമിറ്റീസ് കേൾക്കുകയാണെങ്കിൽ ഉടനെ കൈഫോസിസ് ആൻഡ് ലോഡോസിസ് ഓർക്കുക. അതിൽ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ തൊറാസിക് റീജിയനിലുള്ള, ദെൻ ഈ റീജിയനാണ് തൊറാസിക് റീജിയനിലുള്ള എന്ന് പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന ഒരു കോൺവെക്സിറ്റി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തൊറാസിക് റീജിയനിലുള്ള ഒരു ഡീഫോർമിറ്റി എന്ന് പറയുന്നത് കൈഫോസിസ്. ഓക്കെ, ദെൻ ദ പോസ്റ്റൽ ഡീഫോർമിറ്റി ഓപ്പോസിറ്റ് ഓഫ് കൈഫോസിസ്. കൈഫോസിസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലോഡോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോസ്റ്റൽ ഡീഫോർമിറ്റി ഓപ്പോസിറ്റ് ഓഫ് കൈഫോസിസ് എന്ന് പറയുന്നത് ലോഡോസിസ് ആണ്. What is the forward inclination of the shoulder girdle called dash? എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോർവേഡ് ഇൻക്ലിനേഷൻ ഓഫ് ദ ഷോൾഡർ ഗ്രിഡിലിൻ്റെ ഈ ഷോൾഡർ ഏരിയയുടെ ഫോർവേഡ് ചായ്വ് എന്നാണ് പറയുന്നത്. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞതിലില്ല, പക്ഷേ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഈസ് ദ ഫോർവേഡ് ഇൻക്ലിനേഷൻ ഓഫ് ദ ഷോൾഡർ ഗ്രിഡിൽ കാൾഡ്? 2017 ക്വസ്റ്റ്യൻ ആണ്. അതിൽ അന്നത്തെ കേരള PSCയുടെ ആൻസർ എന്ന് പറയുന്നത് ഷോൾഡർ ഗ്രിഡിലായിരുന്നു. നട്ടെല്ലിലെ ലംബാർ റീജിയൻ സാധാരണഗതിയിലും കൂടുതൽ പുറകോട്ട് വളർന്നിരിക്കുന്നത് ഏതവസ്ഥ? നട്ടെല്ലിൻ്റെ ലംബാർ റീജിയൻ എന്ന് പറയുമ്പോൾ ഈ റീജിയനാണ്. ഈ റീജിയൻ സാധാരണഗതിയിലും വളഞ്ഞിരിക്കുന്ന അവസ്ഥ. ലംബാർ റീജിയനിലെ ഒരു വളഞ്ഞിരിക്കുമ്പോൾ ഉള്ള ഡീഫോർമിറ്റിയാണ് ലോഡോസിസ് എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ലംബാർ റീജിയനിലെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലോഡോസിസ്. ദെൻ നെക്സ്റ്റ് 2022 ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പർ കോൺവെക്സിറ്റി ഓഫ് സ്പൈൻ ഈസ് നോൺ ആസ്? റീജിയനിലുള്ള ഒരു കോൺവെക്സിറ്റി എന്ന് പറയുന്നത് കൈഫോസിസ്. ഓക്കെ, ദെൻ ലാറ്ററൽ കർവേച്ചർ ഓഫ് ദ സ്പൈൻ ഈസ് നോൺ ആസ് ഡാഷ്. ലാറ്ററൽ കർവേച്ചർ എന്ന് പറയുന്ന സ്പൈനിൻ്റെ, ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു നേരത്തെ, C/S ഷേപ്ഡ് സ്പൈനിൻ്റെ C/S ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റൽ ഡീഫോർമിറ്റിയാണ് സ്കോളിയോസിസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ കർവേച്ചർ, ചരിവ്. അതായത് സ്കോളിയോസിസിലുള്ള ചരിവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്കോളിയോസിസ് ആണ്. ഓക്കെ, ദെൻ excessive outward curvature of spine causing a hunching of the back is dash. എന്ന് പറഞ്ഞാൽ ഹഞ്ച് ബാക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കൈഫോസിസിൻ്റെ മറ്റു പേരാണ്
hunchback. അപ്പോൾ excessive outward curvature of spine causing a hunching of the back is dash kyphosis. Okay.